ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് പത്മനാഭൻ. ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടെൻസസിനെ പറ്റി മനസ്സിലാക്കാം. നമ്മൾക്ക് ടെൻസസ് മലയാളത്തിലെ പോലെ തന്നെ മെയിനായിട്ട് ഇംഗ്ലീഷിൽ 3 ടെൻസസ് ആണുള്ളത്. ഒന്ന് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇനി നമുക്ക് ആദ്യമായിട്ട് പ്രസൻറ്റ് ടെൻസ് എടുക്കാം. പ്രസൻറ്റ് ടെൻസ് തന്നെ 4 ആസ്പെക്ട്സ് ഉണ്ട്, 4 ഫോംസ് ഉണ്ട്. അതായത് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ 4 ആസ്പെക്ട്സ് ആണുള്ളത് പ്രസൻറ്റ് ടെൻസിന്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രോഗ്രസീവ് എന്നും പറയും ഇതിനെ. പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ്. ഇന്ന് നമ്മൾക്ക് ആദ്യമായിട്ട് സിമ്പിൾ പ്രസൻറ്റിനെ പറ്റി നോക്കാം. എവിടെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്? ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻസ് റൈറ്റ് നൗ, ദാറ്റ് ഹാപ്പൻസ് റെഗുലർലി, ഓർ ഫോർ എ യൂണിവേഴ്സൽ ട്രൂത്ത് വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷന്, റെഗുലറായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷന്, അതുകൂടാതെ യൂണിവേഴ്സൽ ട്രൂത്തിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമുക്കത് പരിശോധിക്കാം. ഈ 3 ഉദാഹരണം നോക്കാം. ഐ ഗോ ടു ദി മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകുന്നു. റാം ഗോസ് ടു സ്കൂൾ. റാം സ്കൂളിൽ പോകുന്നു. ദേ സ്റ്റഡി വെൽ. അവർ നന്നായിട്ട് പഠിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 3ഉം ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻസ് റൈറ്റ് നൗ. ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ റൈറ്റ് നൗവിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇനി ഒരു 4ാമത് ഒരു ഉദാഹരണം എടുക്കാം.
റാണി ഗോസ് ടു സ്കൂൾ ഓൺ ഓൾ ഫ്രൈഡേസ്. എല്ലാ വെള്ളിയാഴ്ചയും റാണി സ്കൂളിൽ പോകുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അതൊരു റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്, ആക്ഷനാണ്. അതുകൊണ്ട് ഫോർ എ റെഗുലർ ആക്ടിവിറ്റി ഓർ എ റെഗുലർ ആക്ഷൻ we use simple present tense. So this happens regularly. For an action that happens regularly, we use simple present tense. Take the other example. The earth revolves around the sun. The sun rises in the east. സൂര്യൻ ഈസ്റ്റിൽ ഉദിക്കുന്നു. എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഇത് രണ്ടും യൂണിവേഴ്സൽ ട്രൂത്താണ്. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. So, for an action that happens right now, happens regularly, or for a universal truth, we use simple present tense. ഇനി ഇതൊക്കെ വർബിൻ്റെ ഏത് ഫോമാണ് ഇതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്? ഗോ, ഗോസ്, സ്റ്റഡി, ഗോസ്, റിവോൾവ്സ്, റൈസസ്. ഇതൊക്കെ വർബിൻ്റെ പ്രസൻറ്റ് ഫോം, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ V1 ഫോമാണ്. ഇതിലൊക്കെ വർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്, പ്രസൻറ്റ് ഫോമാണ്. അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എപ്പോഴും വർബിൻ്റെ V1 ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രമാത്രം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് പോകാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രോഗ്രസീവ് എന്ന് പറയും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഓർ പ്രസൻറ്റ് പ്രോഗ്രസീവ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ആൻ ഓൺ ഗോയിങ് ആക്ഷൻ ഓർ ആക്ടിവിറ്റി ഓർ ഫോർ എ ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ടിവിറ്റി വി യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഓർ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ്. For an ongoing action or activity or for a future planned activity, we use present continuous or present progressive. An ongoing activity, an activity in progress. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് പരിശോധിക്കാം. ഇത് ഐ ആം ഫോർ എൻ ഓൺഗോയിങ് ആക്ഷൻ ഓർ ഫോർ എ ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ടിവിറ്റി. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷന് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആക്ഷനോ ആക്ടിവിറ്റിക്കുമാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ:
ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. റാണി ഈസ് ഗോയിങ് ടു സ്കൂൾ. റാണി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ വർക്കിംഗ് ഹാർഡ്. അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഓൺഗോയിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഓൺഗോയിങ് ആക്ടിവിറ്റിയാണ്. ഓൺഗോയിങ് ആക്ഷൻസ് ആണ്. ഇനി Sita is moving to her new house on Sunday. സീത അവളുടെ പുതിയ വീട്ടിലേക്ക് സൺഡേയിൽ ഞായറാഴ്ച പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ടിവിറ്റിയാണ്. സൺഡേയിലേക്ക് വേണ്ടി മുമ്പേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് ഉപയോഗിക്കും. ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ടിവിറ്റി. ഇനി ഇതിൽ വെർബിൻ്റെ ഫോം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒന്നുകിൽ ആം ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ആർ ഉപയോഗിക്കും. അതിൻ്റെ കൂടെ വെർബിൻ്റെ പ്രസൻറ്റ് ഫോം V1 ഫോം ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ പ്ലസ് V1 ഫോം ഓഫ് വെർബ് വിത്ത് ING, പ്രസൻറ്റ് ഫോം ഓഫ് വെർബ് വിത്ത് ING. അപ്പോൾ ഒന്നുകൂടി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓൺഗോയിങ് ആക്ഷൻ for an ongoing action or activity or for a future planned activity we use present continuous tense. ഉദാഹരണങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തു. ഇനി ആമോ ഈസോ ആറോ പ്ലസ് V1 ഫോം ഓഫ് വെർബ് വിത്ത് ING ആണ് വെർബ് ഫോം ഇതിൻ്റെ കൂടെ. ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഞാനിനി പ്രസൻറ്റ് ടെൻസിൻ്റെ മറ്റ് 2 ആസ്പെക്ട്സിനെ പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. ഹാവ് എ നൈസ് ഡേ.